ഹോട്ടൽ മുറിയിലെ സ്വന്തം സ്യൂട്ടിൽ ആതിരയെയും കാത്തിരിക്കുകയായിരുന്ന സജി ജോസിന് സമയം കടന്നുപോയിട്ടും അവൾ എത്താതായതോടെ ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ നടന്നുകൊണ്ട് അയാൾ ഫോണെടുത്ത് അനന്യയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. പബ്ബിൽ പാട്ടും ഡാൻസും അതിന്റെ പാരമ്യതയിലെത്തുകയായിരുന്നു. പാതിബോധത്തിൽ അതിവേഗം ചുവടുവെക്കുകയായിരുന്ന അനന്യയുടെ ഫോണിലേക്ക് തുടർച്ചയായി കോൾ വന്നുകൊണ്ടേയിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷമാണ് ഫോൺ ശബ്ദിക്കുന്ന കാര്യം അനന്യ ശ്രദ്ധിച്ചത്. വിളിക്കുന്നത് സജി ജോസാണെന്ന് മനസ്സിലായതോടെ അനന്യയുടെ മുഖം മാറി. ഇയാൾ എന്തിനാ പിന്നെ വിളിക്കുന്നത് എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് അവൾ ഇറങ്ങി ഹോട്ടലിലേക്ക് നടന്നു. ലഹരി നന്നായി ശരീരത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അതവൾക്കൊരു ശീലമായി തീർന്നതുകൊണ്ട് വലിയ തളർച്ചയൊന്നും അനന്യയുടെ ശരീരത്തിനുണ്ടായിരുന്നില്ല. സജി ജോസിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറിയ അവൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് അയാൾ ചാടി വീണു. വാട്ട് ദി ഹെൽ ആർ യു ഡൂയിങ്? ആതിര എവിടെ? നീയല്ലേ പറഞ്ഞത് എന്റെ റൂമിൽ എത്തിച്ചിട്ടുണ്ടെന്ന്? അനന്യ ഒരു പരിങ്ങലോടെ ചുറ്റും നോക്കി. പിന്നെ ഒന്നും മനസ്സിലാവാത്തതുപോലെ പറഞ്ഞു, ഞാൻ അവളെ അങ്ങോട്ടേക്ക് കയറ്റി വിട്ടാണല്ലോ. അതിനിടെ അവളെ എങ്ങോട്ട് പോയി? സൈൻ ചെയ്ത പേപ്പറുകൾ നേരത്തെ തന്നെ ഞാൻ അവിടെ എത്തിച്ചിരുന്നു. Shut up, you idiot! അത് കണ്ടതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ വിളിപ്പിച്ചത്. നോക്ക്, എവിടെയാണ് നീ സൈൻ ചെയ്യിപ്പിച്ചതെന്ന്. സജി ജോസ് വലിച്ചെറിഞ്ഞ പേപ്പറുകൾ എടുത്തു നോക്കിയ അനന്യ ആകെ ഞെട്ടിപ്പകച്ചുപോയി. അയാൾ തന്ന പേപ്പറുകൾക്ക് പകരം അവളുടെ പോക്കറ്റിലുണ്ടായിരുന്ന കുറച്ച് ബില്ലുകളിലാണ് ആതിരയെക്കൊണ്ട് അവൾ സൈൻ ചെയ്യിപ്പിച്ചത്. രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നതുകൊണ്ട് അതപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടില്ല. ഹൗ ഡെയർ യു! എന്നെ ചതിക്കാമെന്ന് കരുതിയോ നീ? അങ്ങനെയെങ്കിൽ അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അനന്യ പകച്ചു നിൽക്കുന്ന നിമിഷം തന്നെ സജിയുടെ കരങ്ങൾ അവളെ അയാളിലേക്ക് വലിച്ചടുപ്പിച്ചിരുന്നു. ഒന്ന് വിറച്ചുപോയ അനന്യ അയാളെ തള്ളിയിട്ട ശേഷം വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ഓടി. താഴെ റിസപ്ഷനിൽ ചെന്ന് അവൾ ഉറക്കം തൂങ്ങിയിരിക്കുന്ന റിസപ്ഷനിസ്റ്റിനോട് തിടുക്കത്തിൽ ചോദിച്ചു, 309 ബുക്ക് ചെയ്ത ആതിര? ആ മാഡം നേരത്തെ തന്നെ മുറിയിലേക്ക് പോയല്ലോ. 2 നിമിഷം ആലോചിച്ച ശേഷം അനന്യ വിദഗ്ധമായി ചോദിച്ചു, അവൾക്ക് മുറി മാറിപ്പോയെന്നൊരു സംശയം. മറ്റു മുറികളിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയെങ്കിൽ. സോറി മാം, ഈ സമയത്ത് എല്ലാവരും ഉറങ്ങുമായിരിക്കും, ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. കൂടുതൽ അവിടെ നിന്ന് തർക്കിച്ചാൽ അവർക്ക് സംശയം തോന്നുമെന്ന് അറിയാവുന്നതുകൊണ്ട് അനന്യ മനസ്സിൽ ആതിരയെ ശപിച്ചുകൊണ്ട് തിടുക്കത്തിൽ ഹോട്ടൽ വിട്ടിറങ്ങി. നടക്കുന്നതിനിടയിൽ പല പ്രാവശ്യം ആതിരയുടെ ഫോണിലേക്ക് ഡയൽ ചെയ്തു നോക്കിയെങ്കിലും അത് സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. കുഴഞ്ഞ കാലുകൾ പെറുക്കി വെച്ച് തിരക്കിട്ട് അനന്യ പുറത്തേക്കിറങ്ങി പോകുമ്പോൾ ആതിര സിദ്ധാർത്ഥിന് അവന്റെ ജന്മദിന സമ്മാനമായി സുഹൃത്ത് വിനയ് ഓഫർ ചെയ്ത റോയൽ സ്യൂട്ട് റൂമിലേക്ക് ചെന്ന് വീഴുകയായിരുന്നു. ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിലും പുറകിൽ നിന്ന് വരിഞ്ഞു മുറുക്കുന്നത് ഒരു പുരുഷന്റെ കരങ്ങളാണെന്ന് ആതിരയ്ക്ക് മനസ്സിലായിരുന്നു. അബോധാവസ്ഥയിലേക്ക് പോകുമ്പോഴും സ്ത്രീ സഹജമായ ലജ്ജയിൽ അവളൊന്ന് കുതറിപ്പിടഞ്ഞു. എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. എത്ര നേരം നിനക്ക് എന്നോട് പിണങ്ങിയിരിക്കാൻ കഴിയും? ലവ് യു ബേബി. ആഫ്റ്റർ ഷേവ് ലോഷന്റെ ഗന്ധവും കട്ടിയുള്ള താടിമീശ രോമങ്ങളും അവളുടെ കഴുത്തിനെ ഉരസി ചെവിയിലേക്ക് ഒഴുകി നീങ്ങുന്നുണ്ടായിരുന്നു. അവന്റെ കരങ്ങൾക്കുള്ളിൽ നിൽക്കുമ്പോൾ ആതിര ആകെ ഒരു മതിഭ്രമം ബാധിച്ച അവസ്ഥയിലായിരുന്നു. അവളേക്കാൾ അയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അതിരൂക്ഷമായ ഗന്ധത്തിൽ നിന്നും അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ജിത്തേട്ടൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനായി തിരിഞ്ഞു നിന്ന അവളെ ഇറുകി പുണർന്നുകൊണ്ട് ആതിരയുടെ കഴുത്തിനിടയിലേക്ക് സിദ്ധാർത്ഥ് മുഖം പൂഴ്ത്തിവെച്ചു. ഒന്ന് കിടുങ്ങി വിറച്ചുപോയ ആതിര അറിയാതെ പെരുവിരലിൽ ഉയർന്ന് പൊങ്ങിപ്പോയി. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇത്രയും മാസങ്ങളായിട്ടും ജിതിനിൽ നിന്നും ഇത്രയേറെ പ്രണയാർദ്രമായ ഈ സമീപനം അവൾക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന്റെ സ്പർശനങ്ങൾ ലഹരി ബാധിച്ച ആതിരയുടെ ശരീരത്തിൽ ഉന്മാദം തീർത്തു തുടങ്ങിയിരുന്നു. കുതറി മാറണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ഒരുപാട് സ്നേഹിക്കുന്ന സ്വന്തം പുരുഷന്റെ മോഹിപ്പിക്കുന്ന സ്പർശനം അവളെ അവനിലേക്ക് കൂടുതൽ അടുക്കാൻ പ്രേരിപ്പിച്ചു. മുറിയിലെ കട്ടപിടിച്ച ഇരുട്ടിൽ ലഹരിയിൽ മുങ്ങിയ ഇരു ശരീരങ്ങളും പരസ്പരം വാരിപ്പുണർന്നുകൊണ്ട് ഒന്നായി അലിയാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. ഒരുപാട് കൊതിച്ച നിമിഷമാണെങ്കിലും വിവാഹത്തിനു മുൻപ് ഇതുപോലൊരവസരം ആതിര സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. എന്നെ വിട്ട് പോലെ, ഒരിക്കലും പോലെ. യു ആർ മൈ ലൈഫ്. പുലമ്പിക്കൊണ്ട് അവളിലേക്ക് താഴ്ന്നു വന്ന സിദ്ധാർത്ഥിന്റെ അധരങ്ങൾ
ആതിരയുടെ ചൊടി ഇതളുകളുമായി കോർത്തു. ഒരു ഞെട്ടലോടെ പിടഞ്ഞു മാറാൻ ശ്രമിച്ച ആതിരയെ ഇടുപ്പിലൂടെ കൈ ചുറ്റി ഇടതു കൈ അവളുടെ മുടിയിഴകളിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് ചേർന്ന് വാരി പുണർന്നുകൊണ്ടവൻ അവളുടെ അധരങ്ങളെ നുണഞ്ഞെടുത്തു. ഭീകരമായ ശബ്ദത്തിൽ ഇടിമുഴക്കവും അതോടൊപ്പം തന്നെ ഒരു വലിയ മിന്നലും ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് താഴ്ന്നിറങ്ങി. ഒരു ഞെട്ടലോടെ സിദ്ധാർത്ഥനിലേക്ക് പറ്റിച്ചേർന്ന ആതിരയുടെ വിരലുകൾ അവനിൽ മുറുകുമ്പോൾ പുറത്ത് പേമാരി ആർത്തലച്ച് പെയ്തു തുടങ്ങുകയായിരുന്നു. പരസ്പരം തിരിച്ചറിയാതെ കോരിച്ചൊരിയുന്ന മഴയുടെ സംഗീതവും കേട്ടുകൊണ്ട് ആ ഇരുട്ടിൽ യൗവനയുക്തരായ രണ്ട് ശരീരങ്ങൾ ദാഹാർദ്രമായ ഉടലുകളോടെ പരസ്പരം ഒന്നായി അലിയാൻ വെമ്പൽ കൊണ്ടു. അവൻ്റെ കരുത്തുറ്റ കരങ്ങൾ ആതിരയെ വാരിയെടുത്ത് ബെഡിലേക്ക് കിടത്തുന്നതും തീക്ഷ്ണമായ ചുംബനങ്ങൾ കൊണ്ട് മൂടുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു. ചൂടുള്ള ശ്വാസനിശ്വാസങ്ങളുടെ വേലിയേറ്റത്തിൽ വികാരപരവശരായ രണ്ടുടലുകൾ പരസ്പരം വസ്ത്രങ്ങളുടെ മറ നീക്കാനായി വെമ്പൽ കൊണ്ടു. ഒരു നേർത്ത മുടിയിഴയുടെ അകലം പോലും ഇല്ലാത്ത വിധം പരസ്പരം ചുറ്റിപ്പിണഞ്ഞുകൊണ്ടവർ ഒരുമിച്ച് ഒരു ഉന്മാദ സമുദ്രത്തിലേക്ക് നീങ്ങുകയായിരുന്നു. വികാരപരവശയായ ആതിരയിൽ നിന്നുയരുന്ന സീൽക്കാരങ്ങളും പ്രണയമന്ത്രങ്ങളും സിദ്ധാർത്ഥിനെ ഭ്രാന്ത് പിടിപ്പിക്കുകയായിരുന്നു. അവന് മുന്നിൽ സർവ്വതും വിസ്മരിക്കപ്പെട്ടു. ഒരുപാട് കൊതിച്ച സ്വന്തം പ്രണയിനെ സർവവും സമർപ്പിച്ചുകൊണ്ട് അവനിലേക്ക് ചേരാൻ വെമ്പൽ കൊള്ളുന്നതറിഞ്ഞുകൊണ്ട് അവൻ അവളിലേക്ക് ഒരു പേമാരിയായി പെയ്തിറങ്ങി. പുറത്ത് കോരിച്ചെറിയുന്ന മഴയുടെ അകമ്പടിയോടെ രണ്ടു ശരീരങ്ങൾ സിദ്ധാർത്ഥിന്റെ സ്യൂട്ട് റൂമിൽ ഒന്നായിത്തീരുകയായിരുന്നു. പരസ്പരം പൊരുതി തളർന്നതിൻ്റെ സംതൃപ്തിയോടെ ഇരുവരും ഗാഠനിദ്രയിലേക്ക് അമർന്നു പോകുമ്പോഴും പുറത്ത് മഴ കോരിച്ചൊരിഞ്ഞുകൊണ്ടിരുന്നു. നേരം പുലർന്നു വരുമ്പോൾ ആദ്യം കണ്ണു തുറന്നത് ആതിരയാണ്. സഹിക്കാൻ പറ്റാത്ത തലവേദന കൊണ്ട് നെറ്റിയിൽ അമർത്തിപ്പിടിച്ച് അവൾ ചുറ്റും നോക്കി. ഞാനിത് എവിടാ? കണ്ണുകൾ തിരുമ്മി അടച്ചുകൊണ്ട് അവൾ കഴിഞ്ഞുപോയ ദിവസം ഓർമ്മിക്കാൻ ശ്രമിച്ചു. അനന്യ അവൾക്ക് വേണ്ടി ഒരുക്കിയ സർപ്രൈസ് കാണാൻ വേണ്ടി വന്നു കയറിയ നിമിഷങ്ങളാണ് അപ്പോൾ അവളുടെ ഓർമ്മയിലേക്കെത്തിയത്. തിടുക്കത്തിൽ മുഖം താഴ്ത്തി സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയ അവൾ പട്ടുപുതപ്പിനുള്ളിൽ സ്വന്തം ശരീരം പൂർണ്ണ നഗ്നമാണെന്ന് മനസ്സിലാക്കിയതോടെ ആകെ വല്ലാതെയായിപ്പോയി. അതേസമയം തന്നെ കഴിഞ്ഞ രാത്രി അവൾ ചിലവഴിച്ചത് സ്വന്തം കാമുകനൊപ്പമാണെന്ന ചിന്ത അവളിൽ ചെറിയ ലജ്ജയും ആശ്വാസവും വിടർത്തി. ഒരു ചെറു പുഞ്ചിരിയോടെ അവളുടെ അധരങ്ങൾ മന്ത്രിച്ചു. ചിത്തുവേട്ടൻ. അവളെ നെഞ്ചോട് ചേർത്തമർത്തി ഇറുകെ പുണർന്നുകൊണ്ട് മയങ്ങുകയായിരുന്ന യുവാവിന്റെ മുഖത്തേക്ക് ആതിര മുഖമുയർത്തി ലജ്ജയോടെ നോക്കി. ഒറ്റ നിമിഷം അവൾക്ക് തലയിൽ ആരോ കൂടം കൊണ്ട് അടിച്ചതുപോലെയൊരു ഞെട്ടലാണുണ്ടായത്. തീർത്തും അപരിചിതനായ ഒരു യുവാവ് പൂർണ്ണ നഗ്നനായി അവളെ പുണർന്നുകൊണ്ട് സുഖനിദ്രയിൽ അമർന്നു കിടക്കുന്നത് കണ്ട ആതിര അയാളെ തള്ളി മാറ്റിക്കൊണ്ട് എഴുന്നേറ്റ് കിടക്കയിലേക്കിരുന്ന് അലറി വിളിച്ചു. ബാക്കിയുള്ള എപ്പിസോഡുകൾ ഫ്രീ ആയി കേൾക്കുന്നതിനൊപ്പം റൊമാൻറ്റിക് ക്രൈം ത്രില്ലറുകൾ അടങ്ങുന്ന മറ്റു പ്രീമിയം ഓഡിയോ സീരീസുകളും സൗജന്യമായി ആസ്വദിക്കാൻ ഉടൻ തന്നെ കുക്കു FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.